ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനൊരു സ്പെഷ്യൽ ചെമ്മീൻ വരട്ടിയതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല ചുവന്നുള്ളിയൊക്കെ ഇട്ടിട്ട് നാടൻ രീതിയിൽ വെളിച്ചെണ്ണയിൽ നമ്മൾ വരട്ടിയെടുക്കുന്ന നല്ല സ്പെഷ്യൽ അടിപൊളി ടേസ്റ്റുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് എങ്ങനെ റെഡിയാക്കണമെന്ന് പെട്ടെന്ന് നോക്കാം. അതിനുവേണ്ടി ഇവിടെ ഞാൻ 1/2 കിലോ ചെമ്മീൻ പാകത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു വലിയ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ചെറുതായിട്ട്. പിന്നെ നമുക്ക് പച്ചമുളക് അല്ലെങ്കിൽ കാന്താരിമുളകോ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഉള്ളതെടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടി ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി അരിഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വഴിയെ പറയാം. അപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതുപോലുള്ള നാടൻ റെസിപ്പികൾക്കൊക്കെ നമുക്ക് വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നത് നല്ലത്. ബാക്കിയുള്ള സൺഫ്ലവർ ഓയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രയും രുചി ഇതൊന്നും കിട്ടില്ല. അപ്പം നമ്മൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇപ്പോൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായ സവാള ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് കാന്താരിമുളക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ അടുത്ത് കാന്താരിമുളക് ഇല്ലെന്ന് വെച്ചാൽ സാധാരണ പച്ചമുളക് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ എന്ത് തന്നെയായാലും നമ്മുടെ ആ ഒരു എരിവിൻ്റെ ലെവലനുസരിച്ചിട്ട് നമുക്ക് പച്ചമുളകിൻ്റെ എണ്ണത്തിൽ വ്യത്യാസം വരുത്താം. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഇട്ട് കൊടുക്കാൻ പോകുന്ന ചുവന്നുള്ളിയാണ്. അപ്പോൾ ചുവന്നുള്ളി അരിയൊന്നും വേണ്ട, ഇതുപോലെ മുഴുവനായിട്ട് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ട് വഴറ്റിയെടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് സവാളയൊക്കെ വഴണ്ട് കിട്ടും. അപ്പോൾ ഉപ്പ് അധികമാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ചെമ്മീൻ നേരത്തെ ഉപ്പ് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ടാണ് ഓൾറെഡി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതൊന്ന് വഴണ്ട് വരുമ്പോഴേക്കും നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഒരു പിടി തേങ്ങാക്കൊത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങാക്കൊത്ത് എന്തായാലും നിങ്ങൾ മറക്കാണ്ട് ഇട്ട് കൊടുക്കണം. കാരണം നമ്മുടെ ഈ ഒരു ചെമ്മീൻ വരട്ടിയതിനെ എൻഹാൻസ് ചെയ്യുന്നതിന്, ടേസ്റ്റ് എൻഹാൻസ് ചെയ്യുന്നൊരു പ്രധാന ഒരു ഇൻഗ്രീഡിയൻ്റാണ് തേങ്ങാക്കൊത്ത്. കാരണം നമ്മുടെ വെളിച്ചെണ്ണയിലും ഈ ഉള്ളിയിലും ചെമ്മീനിലൊക്കെ കിടന്ന് തേങ്ങാക്കൊത്ത് അങ്ങനെ വരണ്ട് വരുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് ലാസ്റ്റ് എടുത്ത് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങൾ മറക്കാണ്ട് തേങ്ങാക്കൊത്ത് കൂടി ഇട്ട് കൊടുക്കുക. ഇനി നമ്മളിതൊന്ന് വഴണ്ട് വരട്ടെ. ഇപ്പോൾ ഇത് ആവശ്യത്തിന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ചതച്ച മുളക്, 1 ടീസ്പൂൺ ചതച്ച മുളക് ചേർക്കുന്നുണ്ട്. ഇനി ചതച്ച മുളക് ഇല്ലയെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, അല്ലെങ്കിൽ കാശ്മീരി മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, കുറച്ചുകൂടി കളർ കിട്ടുന്നുണ്ടെങ്കിൽ. പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നമ്മളൊന്നും കൂടി ഒന്ന് വഴറ്റിയെടുക്കുവാണ്. ഇതിൻ്റെ പച്ചമണമൊക്കെ പോകണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായ തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തക്കാളി വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ഇട്ട് കൊടുക്കാം. നമുക്കെല്ലാം കൂടി നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്ത് തേങ്ങാക്കൊത്തും ചെമ്മീനും ഉള്ളിയും തക്കാളിയൊക്കെ കൂടി ഒന്ന് ചെറുതീയിൽ കിടന്ന് 5 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ തീയൊന്നും കൂട്ടി വയ്ക്കരുത്, സിമ്മിൽ തന്നെ ഇടാൻ ശ്രദ്ധിക്കണം. നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മളതിലേക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യുന്നില്ലല്ലോ. നമ്മൾ ഈ ഒരു തക്കാളിയുടെയും ആ ഒരു ഉള്ളി സവാള അതിൻ്റെ ആ ഒരു ഗ്രേവിയിൽ കിടന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് പിടിച്ച് വരണം. അപ്പോൾ എന്തായാലും നമ്മുടെ ഫ്ലെയിം സിമ്മിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. തീ കൂട്ടിയിടുകയാണെന്നുണ്ടെങ്കിൽ ഇത് അടിയിലൊക്കെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ആ ഒരു തേങ്ങാക്കൊത്തും ഉള്ളിയും ഒക്കെ കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഇത് കണ്ടോ, അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ ഊത്തപ്പത്തിൻ്റെ കൂടെ കഴിക്കാം. ഇപ്പോൾ ഞാനിവിടെ ഊത്തപ്പം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഊത്തപ്പത്തിൻ്റെ കൂടെയാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ഒരു വ്യത്യസ്തമായ രുചിയാണ്. സാധാരണ നമ്മൾ ചെമ്മീൻ റോസ്റ്റ് ചെയ്യുന്ന പോലെ അല്ല.
അപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ വരട്ടിയത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഊത്തപ്പത്തിൻ്റെ കൂടെ ഞങ്ങൾ കഴിക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.